എന്താണെന്നറിയില്ല, സാധാരണ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവിടെ തൂങ്ങിയിരിക്കുന്നത് ഞാൻ ഇന്ന് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടാണ് ചാടി എഴുന്നേറ്റത്. ആക്ച്വലി എനിക്ക് ഇന്ന് 2 വർക്കാണ്. ഇന്നലെ രാത്രി ആദ്യം പറഞ്ഞിരുന്ന ബ്രൈഡിന് ടൈം പറ്റൂലെന്ന്. അങ്ങനെ വൈകുന്നേരം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ബ്രൈഡിനോട് ഞാൻ സമയം മാറ്റുവാൻ പറ്റുമോ, 7 മണിക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയുക കുഴപ്പമില്ല, 7 മണിക്ക് വന്നു. അങ്ങനെ എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് തന്ന എൻ്റെ ചക്കരയാണ് ഇത്. ബ്രൈഡ്സ് ആയ ഇങ്ങനെ വേണം. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിയുണ്ടോ പിന്നെ കുതിരവാല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രൈഡിന്റെ വീട്ടിന്റെ തൊട്ട് ബാക്കിലാണ് സൗഭാഗ്യ ചേച്ചിയുടെ വീട് കേട്ടോ. അവിടെ പുതിയ കുതിര വന്നു. കാള പോലെ എത്ര വളർന്നാലും കുതിരയും ഹെലികോപ്റ്ററൊക്കെ കണ്ടാലും ഒന്ന് കാണാനൊരു ത്വരയാണല്ലേ. അങ്ങനെ നമ്മൾ മെഹന്തി ഇട്ടോണ്ടിരുന്നത്തേക്കും ബ്രൈഡിന്റെ അമ്മ തെറ്റിദ്ധരിക്കരുത്, അമ്മയാണ് നമ്മുടെ സന്തൂർ മമ്മി. കൈയൊക്കെ നോക്കിയിട്ട് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. കുഞ്ഞു കൈയാട്ടോ, 2 കൈ അകവും പുറവും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വർക്കും കംപ്ലീറ്റ് ചെയ്ത് നേരെ സെക്കൻഡ് ലൊക്കേഷൻ അരുവിക്കര പോയേ. നമ്മുടെ ബ്രൈഡ് പല്ല് ശരിയാക്കാൻ പോയിട്ട് അവിടെ ഇരുന്ന് എനിക്ക് ലൊക്കേഷൻ ഇട്ടു. ഞാൻ നേരെ ക്ലിനിക്കിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം പോയി കിട്ടി. പിന്നെ വീടെത്തിയതിനു ശേഷം ബ്രൈഡ് പറയുക സാരി ഉടുക്കാൻ പോകണമെന്ന്. അങ്ങനെ ഉമ്മാന്റെ കല്യാണ സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നാണ് നമ്മൾ ഡിസൈനൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. 2 കൈ അകം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ബാക്കിലെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്റെ ഇന്നത്തെ 2 വർക്കും കഴിഞ്ഞു ഗൈസ്. അപ്പൊ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ കഴിഞ്ഞു. ബൈക്ക് പോണം. ടാറ്റാ ബൈ ബൈ, സീ യു.